അപ്പം ചില സമയങ്ങളിൽ എനിക്ക് തോന്നാറുണ്ട് അപ്പനും അമ്മയും ഒന്നും സിനിമയിൽ ഇല്ലാത്തതാണ് ചില സിനിമയുടെ ഫെയിലിയർ എന്നൊക്കെ തോന്നിപ്പോകാറുണ്ട്. ഇത്രയും നല്ലൊരു പടം, ഒരു ഇംഗ്ലീഷ് പടം കാണുന്ന പോലെ ഇരിക്കും. അത് പാദമുദ്ര ശ്രദ്ധിച്ചാലറിയാം, അതിനകത്ത് ക്ലോസപ്സും മിഡ് ഷോട്ട്സും ഉള്ളു. തനിയാവർത്തനം കഴിഞ്ഞ് ചേട്ടൻ ചെയ്ത പടം, തനിയാവർത്തനം കഴിഞ്ഞ് ശരിക്കും ചെയ്തിരിക്കുന്ന പാദമുദ്രയാണ്. പാദമുദ്ര അതും ഒരു ഡിഫറെന്റ് ഇതാണ്. അപ്പം പാദമുദ്രയുടെ കഥ പറയുമ്പോൾ നമുക്ക് ഭയങ്കര, അതിനകത്ത് സോപ്പ് കിട്ടപ്പനും അങ്ങനത്തെ ക്യാരക്ടർ, മാധു ഭണ്ഡാരും ഒക്കെ കഥയൊക്കെ പറയുമ്പോൾ അത് എനിക്ക് തോന്നുന്നു അടൂർ ആ ഭാഗത്ത് ഉള്ള ഒരു ക്യാരക്ടറാണ്, ഓച്ചിറയിലുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതും കഥ പറഞ്ഞപ്പോൾ ഭയങ്കര രസമായി. പിന്നെ മോഹൻലാൽ അഭിനയിക്കുന്നു, ആ മോഹൻലാൽ 2 വേഷം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചപ്പോൾ ഡബിൾ ആക്ടിങ് വരുമോ എന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞ ഡബിൾ ആക്ടിങ് ഒന്നുമില്ല. പക്ഷേ സുകുമാരൻ സാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയറക്ടർ ആർ സുകുമാരൻ, പുള്ളിക്കാരനെ നല്ല ആർട്ടിസ്റ്റാണ്. അപ്പം എന്നോട് പറഞ്ഞു, സാലു നമുക്ക് യൂഷ്വൽ മെത്തേഡിലുള്ള ഷോർട്ട് ഡിവിഷനൊന്നും ആവശ്യമില്ല, നമുക്ക് ആ ലൊക്കേഷനിലൊന്ന് പോകാമെന്നാണ്. അങ്ങനെ ചിതലി എന്ന് പറഞ്ഞ സ്ഥലം, ചിതലി നമ്മുടെ ഖസാക്കിൻ്റെ ഇതിഹാസമൊക്കെ ചെയ്തിരുന്ന ചിതലിയുണ്ട്. പിന്നെ അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളിൽ പാലക്കാട് ഞങ്ങൾ പോകുന്നു. അപ്പോൾ സുകുമാര സാർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഷോട്ട്, ഇപ്പോൾ മോഹൻലാൽ അപ്പുറത്ത് നിൽക്കുന്നു, ഇപ്പുറത്ത് സീമ നിൽക്കുന്നുണ്ടെങ്കിൽ അത് വരയ്ക്കും, ഒരു ലൈൻ പോലെ വരയ്ക്കും. അപ്പോൾ അതിനിടയ്ക്ക് ഒരു പാറ നിൽക്കുന്നുണ്ട്, ആ പാറയും കൂടെ പുള്ളി ആ ഫ്രെയിമിൽ വരച്ച് വെക്കും, ആ ഫ്രെയിമിൻ്റെ ഭംഗിക്ക് വേണ്ടി. സാലു ഈ ഫ്രെയിം ഓക്കെ അല്ലേ, അപ്പോൾ ഇവിടെ ഒരു പാറ നിൽക്കുന്നുണ്ട്, ഓക്കെ നല്ല ഫ്രെയിമാണ് എന്ന് സാറേ നമുക്ക് ഓക്കെ. അങ്ങനെ ഓരോ ഷോട്ടും സാർ വരച്ചു. അങ്ങനെ ഞങ്ങൾ 30-35 ദിവസം അവിടെ താമസിച്ചു. പടം ഷൂട്ടിങ് തുടങ്ങി. ഒരു കൺഫ്യൂഷനും ഇല്ല. സാറ് പറയും സാലു അടുത്ത ഈ ഷോട്ടാ എന്ന് പറഞ്ഞാൽ വരച്ച് വെച്ചിരിക്കുക. പക്ഷേ ഒരു കുഴപ്പം പറ്റിയെന്ന് പറഞ്ഞാൽ ഈ 10-30 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഷൂട്ടിങ്ങിന് അവിടെ എത്തുമ്പോഴേക്ക് പല പാറയും പൊട്ടിപ്പോയി. അപ്പോൾ സാറ് വരച്ച ആ പാറകൾ അവിടെ കാണുന്നില്ല. അതോടുകൂടി സാറിന് കൺഫ്യൂഷൻ ആവും. സാലു നമ്മൾ വെച്ച ഫ്രെയിം ഇതല്ലല്ലോ. ഞാൻ പറഞ്ഞു ഇത് തന്നെയാ സാറേ, എനിക്കറിയാം അവിടെ ഒരു പാറ ഉണ്ടായിരുന്നു, അത് പോയി. അങ്ങനെ പക്ഷേ സാറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഭയങ്കര രസമായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, അപ്പോൾ സാറേ കുഴപ്പമില്ല സാറേ, ഒരു ചെറിയ പീസ് അവിടെ നിൽപ്പുണ്ട്, അത് വെച്ച് നമുക്ക് മാനേജ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഭയങ്കര രസകരമായിട്ട് ഒരുപാട്. പിന്നെ മോഹൻലാലിനും ഭയങ്കര രസമായിരുന്നു. ഇങ്ങനെ ആരും ഫ്രെയിം ഇങ്ങനെ കാണിച്ചു തന്നിട്ട് സാലു അടുത്ത ഷോട്ട് ഇതാണ് എന്ന് പറയും. മൂവ്മെന്റ് അത് പിന്നെ അവർ ഇംപ്രൂവൈസ് ചെയ്യും. പിന്നെ അപ്പോഴേക്ക് പിന്നെ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ട്രോളി ഷോട്ടുകൾ ഒക്കെ ആയിട്ടൊക്കെ പ്ലാൻ ചെയ്ത്, സാറേ നമുക്കൊരു ചെറിയ ട്രോളി പ്ലാൻ ചെയ്താലോ, കുഴപ്പമില്ല സാലു പ്ലാൻ ചെയ്തു എന്നൊക്കെ പറയും. പിന്നെ സാറിന് അതിനകത്ത് വേറെ സാധനം, ഈ സജഷൻ ഷോട്ട് സാറിന് ഇഷ്ടമല്ലായിരുന്നു. ഒരാളുടെ ബാക്ക് സൈഡ് കാണിക്കുന്നു, ഒരാളുടെ ഫ്രണ്ട് സൈഡ് കാണിക്കുന്നു എന്ന് പറയുന്നത് സാറിന് താല്പര്യമല്ലായിരുന്നു. സാറ് പറയുന്നത് അതെന്തിനാ ഒരാളുടെ ബാക്ക് സൈഡ് കാണിക്കുന്നു. അത് പാദമുദ്ര ശ്രദ്ധിച്ചാലറിയാം, അതിനകത്ത് ക്ലോസപ്സും മിഡ് ഷോട്ട്സും സജഷൻസ് സാർ ഉപയോഗിച്ചിട്ടില്ല, വളരെ കുറവാണ് ഉപയോഗിച്ചിട്ട്. അത് സാറിന്റെ ഒരു പ്രത്യേകതയാണ്. എനിക്ക് തോന്നുന്നു ലാൽ സാറുമായിട്ട് ചെയ്യുന്ന ഫസ്റ്റ് ഫിലിം അതായിരുന്നു. ഞാനും അതിന് മുമ്പൊക്കെ ഞാൻ ബിപിൻദാസ് സാറിന്റെ കൂട്ടത്തിലൊക്കെ വർക്ക് ചെയ്ത സമയത്തൊക്കെ സാറ് പലപ്പോഴും പകുതി പടം എനിക്ക് തരുന്ന ഒരു പരിപാടി, ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പാദമുദ്ര ഈ ഓച്ചിറ ഭാഗത്ത് ഈ കാളയം കൊണ്ട് നടക്കുന്ന അറിയാലോ, അമ്പലത്തിന്റെ അപ്പോ ഇപ്പോഴും അതിനകത്ത് പാട്ട് വിദ്യാധര മാഷ്. അതെ, ഏറ്റവും വലിയ രസം അതിന്റെ ഡിസ്കഷൻ സമയത്തൊക്കെ മ്യൂസിക് ഡയറക്ടറും ഒക്കെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവും. വിദ്യാധര മാഷൊക്കെ ഉണ്ട്. ഷാജി കൈലാസ് ആണ് അസോസിയേറ്റ്. പിന്നെ ഒരു കൃഷ്ണൻ കാട്ടൂർ എന്ന് പറഞ്ഞൊരു കക്ഷിയുണ്ട്, ഷാജി കൈലാസ്. അപ്പൊ എല്ലാവരും ഉണ്ടാവും, നമ്മളിരുന്ന് ഡിസ്കസ് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പം അവസാന നിമിഷം വന്നപ്പോഴേക്ക് ചെറിയ ടെൻഷൻ വന്നു. ഷൺമുഖണ്ണനാണ് അതിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്, വളരെ ആ സമയത്ത് ഏറ്റവും ബിസി ആയിട്ട്. അപ്പോൾ ഷൺമുഖണ്ണൻ പറഞ്ഞ് നമ്മുടെ ഡേറ്റ് ഒന്ന് ചെറുതായിട്ട് പ്രശ്നമാകുകയാണ്, നമുക്ക് പാട്ടൊക്കെ 1 ദിവസം 2 ദിവസം കൊണ്ട് തീർക്കേണ്ടി വരുമെന്ന്. അപ്പോൾ ഒരു ദിവസം ഞങ്ങളങ്ങ് പ്ലാൻ ചെയ്ത്, സാറുമായിട്ട് ഇരുന്ന് പ്ലാൻ ചെയ്ത് എല്ലാവരും കൂടെ ഹെൽപ്പ് ചെയ്ത് ഒറ്റ രാത്രി കൊണ്ട് ആ പാട്ട്, ആ നൈറ്റ് സീൻ, ആ പാട്ട് ഷൂട്ട് ചെയ്തു. പിന്നെ അതിന്റെ ബാക്കി ഭാഗങ്ങള് കുറച്ച് ഔട്ട്ഡോർ സാധനങ്ങൾ ഓച്ചിറയിൽ ഷൂട്ട് ചെയ്തു. അതിന്റെ ഇടയ്ക്ക് കാണിക്കുന്ന പോർഷൻസ് ഒക്കെ ഇപ്പോഴും. പക്ഷേ നൈറ്റ് ലൈറ്റിംഗ് ഭയങ്കര രസമായ ലൈറ്റിംഗ്. അത് എല്ലാ നൈറ്റ് സീനുകളിലും ബാക്കി ഒരു ബ്ലൂ ലൈറ്റ് കൊടുക്കുക, അങ്ങനത്തെ ടെക്നിക്ക്. ഒരു വിളക്കിന്റെ വെട്ടം എന്താണെന്ന് അതുപോലെയൊക്കെയാ അത് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ മാധവപ്പണ്ടാരം, അത് ഈ പുള്ളി ഭജന പാടുന്നത്. അതെ.
ഒരു എന്താ പറയുന്ന ഒരു ഇപ്പോഴും നമ്മളത് കാണുമ്പോൾ ഈ പെർഫോമൻസ് കണ്ടിരിക്കുമെന്ന് പറഞ്ഞു ലാൽ രണ്ടുപേരും, അതായത് വേണുവേട്ടനും ഇതും പിന്നെ സീമയുടെയും റിയാക്ഷൻസ് ഒക്കെ ഭയങ്കര അത് നമ്മളിങ്ങനെ കണ്ടിരുന്നു. പിന്നെ സുകുമാരൻ സാർ ഈ അടുത്ത കാലത്തൊക്കെ എന്നെ വിളിച്ചു, ആരോ വെളിയിൽ നിന്നൊക്കെ വിളിച്ചിട്ട് പറഞ്ഞെന്ന് ഇത്രയും നല്ലൊരു പടം, ഒരു ഇംഗ്ലീഷ് പടം കാണുന്ന പോലെ ഇരിക്കുന്നു. എന്നിട്ട് ഫുൾ ക്രെഡിറ്റ് സാലൂനാണെന്ന് ഞാൻ പറഞ്ഞു. എനിക്കല്ല, സാർ അത് വരച്ച ഓരോ ഫ്രെയിമും തന്നപ്പോഴേക്ക് എനിക്ക് അതിൽ നിന്ന് കിട്ടിയ ഒരു സാധനം. അതാണ് ഇപ്പോഴത്തെ പടങ്ങളുമൊക്കെ ആയിട്ട് ഇപ്പോഴും നമുക്ക് ആ ഒരു ഇത് കിട്ടാത്ത ഒരു പ്രശ്നം. ഒരു കഥ പറയുമ്പോൾ നമുക്കൊരു മൂഡ് കിട്ടുന്നില്ല. ഈ ഒരു സീനോ ഒരു ഷോട്ടോ ഒക്കെ അല്ല, ഒരു 4 ലൈനൊക്കെയാണ് ഓരോരുത്തർ വന്ന് കഥ പറയും, ഒരു മൂഡും കിട്ടുന്നില്ല നമുക്ക്. ഇതൊക്കെ സാറൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കഥ പറഞ്ഞു. എന്താ പറയുക, മലയാളത്തിൽ ലാൽ സാറിന്റെ ഒരു പെർഫോമൻസ് അതെ ഒരു ഭയങ്കര അതുപോലത്തെ ഒരു ക്യാരക്ടർ പിന്നീട് പുള്ളി ചെയ്തിട്ടില്ല. അമ്പലവും പിന്നെ അതിനുവേണ്ടി പ്രത്യേകമായിട്ട് പുള്ളി ഒരുതരം ഈ കാവടിയാട്ടമൊക്കെ പ്രത്യേകം പുള്ളി പ്രാക്ടീസ് ചെയ്തായിരുന്നു. നട്ടൂർ പരമശിവോ അങ്ങനെ ട്രിവാൻഡ്രത്ത് ഉള്ള ഒരു ഗുരുവിന്റെ അടുത്ത് പോയിട്ട്, അപ്പൊ ഇതിനിടയ്ക്ക് തന്നെ പുള്ളി പോയി അത് പ്രാക്ടീസ് ചെയ്യുക. അത് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. ആ ക്യാരക്ടറിലോട്ട് ഇത് എത്താനായിട്ട് പുള്ളി എന്തും ചെയ്യും. ലാലിനെ ഒന്നും നമുക്ക് ഇന്ത്യൻ സിനിമയെന്ന് മാറ്റി നിർത്താൻ പറ്റുമല്ലോ, അതുപോലത്തെ ഇപ്പൊ അതേപോലത്തുള്ള ക്യാരക്ടർ ലാൽ സാറിന് കിട്ടുന്നില്ല. ഒരു പെർഫോമൻസ് ഒന്നുമില്ല. അന്നും ഇതേപോലത്തെ പടത്തെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. പക്ഷെ ഇപ്പൊ ഈ പ്രേക്ഷകർ മാറിപ്പോയിട്ടുണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഓരോ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ് എനിക്ക് തോന്നുന്നത്. ഇന്നിപ്പോ തനിയാവർത്തനം ഇറങ്ങിയ ചിലപ്പോൾ ഓടുമെന്ന് തോന്നുന്നില്ല. ഇന്നിപ്പോ പാദമുദ്ര ഇറങ്ങിയ ചിലപ്പോൾ ഓടത്തില്ല. അപ്പൊ ചില സമയങ്ങളിൽ എനിക്ക് തോന്നാറുണ്ട് അപ്പനും അമ്മയും ഒന്നും സിനിമയിൽ ഇല്ലാത്തതാണ് ചില സിനിമയുടെ ഫെയിലിയർ എന്നൊക്കെ തോന്നിപ്പോറുണ്ട്. ഫാമിലി കണക്ഷനും ഇല്ല. നമ്മൾ പടം തീർന്നു കഴിയുമ്പോൾ ഇത് അദ്ദേഹവും ഇദ്ദേഹവുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് വരെ നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്. പക്ഷേ പുതിയ ജനറേഷൻ അത് മതിയായിരിക്കും, നമുക്ക് പറയാൻ പറ്റുകയല്ല. പല പടങ്ങളിലും അങ്ങനെ തോന്നാറുണ്ട്. അപ്പനും അമ്മയില്ല. ഇപ്പൊ ജനാർദ്ദൻ ചേട്ടനും ഒരിക്കലും അത് പറഞ്ഞു, അപ്പനും അമ്മയില്ലാതല്ലേ ഇപ്പൊ പടങ്ങൾ വരുന്നത്, അപ്പൊ പിന്നെ അങ്ങനെയൊക്കെ വരുവുള്ളൂ എന്നൊക്കെ പറഞ്ഞു. മലയാളത്തിന്റെ മഹാനടനായ മോഹൻലാലിന് ഇതുപോലുള്ള വ്യത്യസ്തമായ വേഷങ്ങൾ പിന്നീട് കിട്ടിയിട്ടില്ല എന്ന് നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടോ? ദയവായി കമന്റ് ചെയ്യൂ. സിബി തന്നെ എന്നോട് ചോദിച്ചു, സാലു ഹാൻഡ് ഹെൽഡായിട്ട് ക്യാമറ ചെയ്യാൻ പറ്റും. പിന്നീട് എനിക്കതൊരു വലിയൊരു പ്രചോദനമായി. ശരിക്കും പറയുകയാണെങ്കിൽ ചില സീൻസൊക്കെ ഫൈറ്റൊക്കെ വരുമ്പോൾ ഞാൻ മിക്കവാറും എല്ലാം ഹാൻഡ് ഹെൽഡായിട്ട് ചെയ്യുമോ. ഇതിനകത്ത് എടുക്കുമ്പോഴും ഡയറക്ടേഴ്സിൻ്റെ ടെൻഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വന്നിരിക്കുന്നത് എന്താണെന്ന് ഉള്ളി ക്യാമറമാൻ മാത്രമേ കാണുന്നുള്ളൂ.